നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാനുണ്ടല്ലോ കുറേ സാരികളൊക്കെ കാണിക്കാൻ, അത് സാധനം എല്ലാം കാണിക്കാനൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ വൈകുന്നേരമായി, സന്ധ്യയായി വന്നപ്പോഴത്തേനും അത് മുഴുവൻ ടേബിളിലായി. ഓണ സമയമല്ലേ കസ്റ്റമേഴ്സ് തന്നെ. അപ്പം ഞാൻ ഓർത്തു, നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു സാരി ഉണ്ട്, ഒത്തിരി പേരുടെ ഫേവറേറ്റ് സാരിയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വില കുറവുള്ള സാരിയാണ്. ഇതിപ്പം ഓർമ്മയുണ്ടായിരിക്കും, പഴയ വീഡിയോ കാണുന്നവർക്ക് ഓർമ്മയുണ്ടായിരിക്കും, നെറ്റ് കോട്ട അല്ലെങ്കിൽ ഗ്ലാസ് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ് കോട്ട ഗ്ലാസ് കോട്ട എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അങ്ങ് ഹൈ ലെവലിൽ പോകരുത്. നെറ്റ് കോട്ടയ്ക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്നവർക്കറിയാം, നെറ്റ് കോട്ട നല്ല അത്യാവശ്യം റേറ്റുള്ള ഫാബ്രിക്കാണ്. ഗ്ലാസ് കോട്ടയാണേലും അത്യാവശ്യം റേറ്റുള്ള ഫാബ്രിക്കാണ്. ഇതിൻ്റെ വില വെച്ചിട്ടുള്ള എക്സ്പെക്റ്റേഷനേ നിങ്ങൾ വെക്കാവുള്ളൂ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്ന 1000 പീസിന് മേലെ പോയിട്ടുണ്ടായിരിക്കും, അത്രയ്ക്ക് പോയിട്ടുണ്ട്. ഇത് ഇത്രയും കാലം ഇതിനിപ്പോൾ ഈ കാണിക്കുന്ന കുറേ കളേഴ്സുണ്ട്, അതിനധികം സ്റ്റോക്കില്ല. അന്ന് കാണിച്ചതിൻ്റെ മിച്ചമാണ് ശരിക്കും ഇത്. പുതിയ സ്റ്റോക്ക് ഞാൻ വരുത്തിയതൊന്നുമില്ല, പക്ഷേ ഇപ്പോഴും ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട്. ഇത് കുർത്തി തയ്ക്കാനും ഫ്രോക്ക് തയ്ക്കാനും പിന്നെ എന്നാ പറയുന്നത് മിഡിയും ടോപ്പും തയ്ക്കാനും അങ്ങനെ പല സാധനങ്ങൾക്ക്, സാരിയായിട്ട് മാത്രമല്ല, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ചോദിക്കുന്നവരുണ്ട്. ഇതിനൊരു മെയിൻ അന്ന് തൊട്ടും ഇന്നും വരെയുള്ളൊരു കാര്യം, ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഇല്ല. കാരണം ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നമുക്ക് ഇത്രയും രൂപയ്ക്ക് ഇത് കൊടുത്തിട്ട് ഇനി അതിനകത്ത് റിട്ടേണും എക്സ്ചേഞ്ചും കൂടെ നമുക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഇല്ല. ആവശ്യമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, ഇത് മനസ്സിലാക്കി മാത്രം വാങ്ങിച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അതിൽ കൂടെ ഇങ്ങനെ ഒരു ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കാം. ഞാൻ ഒരു സാരി നിവൃത്ത് ഫുള്ള് കാണിക്കാം കേട്ടോ. ഇപ്പോൾ കളേഴ്സ് കാണിക്കാം, അത് കഴിഞ്ഞ് അത് ഫുള്ള് ഒരെണ്ണം നിവൃത്ത് കാണിക്കാവേ. ഇങ്ങനെ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ് സാരി. ആദ്യത്തെ കളറ് ഇതിനകത്ത് ഈ ബോട്ടിൽ ഗ്രീൻ തന്നെ കളർ വരും, പക്ഷേ ഇവിടുത്തെ ഡിസൈനിൽ ഈ വർക്ക് ചെയ്തേക്കുന്നതിൽ ചെറിയ ചേഞ്ചസ് വന്നു വരും. അപ്പം നിങ്ങൾ വീഡിയോ എടുക്കും, സ്ക്രീൻഷോട്ട് എടുക്കുമ്പം നമ്പരും കൂടെ കൂട്ടി തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം. കാരണം ഗ്രീൻ തന്നെ ചിലപ്പം 2-3 എണ്ണം ഉണ്ടെങ്കിൽ മാറിപ്പോകരുത്. പിന്നെ ഞാൻ വീണ്ടും പറയാം, പണ്ടൊക്കെ ഇത് വെച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ഈ ഒരൊറ്റ പീസാണ് കാണിക്കുന്നതിന് 10-50 എണ്ണം സ്റ്റോക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ചിലതിനൊക്കെ ഒരെണ്ണമൊക്കെ ഉള്ളൂ, ഒരു പീസൊക്കെ ഉള്ളൂ, സ്റ്റോക്ക് അധികമില്ല. അതുകൊണ്ട് പണ്ട് എനിക്ക് ഈ സാരി ഞാൻ കരയേണ്ടി വന്നൊരു സാരിയായിരുന്നു. കാരണം ഇത് കൊടുക്കാത്തതിന് നമ്മുടെ റെഗുലറായിട്ടുള്ള കസ്റ്റമേഴ്സ് ഒത്തിരി പേര് പിണങ്ങി, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായി. അതുപോലെ ഇത് ഹൈപ്പ് ചെയ്ത് പറയുന്നല്ല കേട്ടോ, സത്യമായിട്ടും ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ 390 രൂപയും കണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇത്രയും സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഇവിടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുറവാണ്. നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ക്യാഷ് അടച്ച് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. എന്നോട് പരിശോധിക്കല്ലേ. ആദ്യത്തെ കളർ ഇത്. പിന്നെ ഇത് തന്നെ കണ്ടോ, അതും ബോട്ടിൽ ഗ്രീനാ, പക്ഷെ ഡിസൈൻ വ്യത്യാസപ്പെട്ട് വന്ന കണ്ടോ, ഈ ഒരു ഡിസൈൻ വരും. ഇത് വെച്ച് നിങ്ങൾക്ക് സാരി മാത്രമല്ല, ചുരിദാർ സെറ്റ്, കുർത്തി എന്നെ വേണം, പല സാധനങ്ങൾ തയ്ക്കാം. അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ട്. ഫ്രോക്ക് അടിക്കാൻ എന്നിട്ട് നല്ല ലൈനിങ് വെച്ച്, ഇപ്പം നമ്മൾ ഇതിൻ്റെ പേരെന്നെ ഓർഗൻസയുടെ ഇത് തയ്ക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒക്കെ വേണമെങ്കിൽ നല്ല ലൈനിങ് ഇട്ട് അങ്ങനെയൊക്കെ തയ്ക്കാം. നല്ല പറന്ന് നിൽക്കുന്ന രീതിക്ക് ഫ്രോക്കല്ല സ്കേർട്ടൊക്കെ, ഫ്രോക്കും അടിക്കാം, സ്കേർട്ടൊക്കെ അടിക്കാം കേട്ടോ. നല്ല ഭംഗിയാണ്. കുർത്തി തയ്ക്കാം, അങ്ങനെയൊക്കെ തയ്ക്കാം കേട്ടോ. ഇത് പീച്ച് ഷെയ്ഡ്, ആഷ് കളറ്, ഡാർക്ക് ആഷ്. വീഡിയോ ഇപ്പോൾ തീരും, എനിക്ക് ഇച്ചിരി സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇപ്പം ഈ ഓണത്തിൻ്റെ തിരക്കും കൂടെ കൂടിയതുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഓണത്തിൻ്റെ തിരക്കും കൂടെ കൂടിയത് കൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ എല്ലാ സാധനവും ടേബിളിൽ കൂടി എവിടെ നിന്ന് തന്നെ എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. 2 ദിവസമൊന്നും എന്നെ കണ്ടില്ലെങ്കിൽ ആരും എന്നെ മറന്നു പോലും കേട്ടോ, ഈ ഓണം ആയതുകൊണ്ടാണേ. പിന്നെ ഇത് അടുത്തത് വേറൊരു പീച്ച്. ഇതിന് സെൽഫ് ഡിസൈനാണ്. മറ്റേത് എല്ലാത്തിൻ്റെ ഇവിടെ ഡിസൈൻ വരുന്നത് വൈറ്റ് ആയിരുന്നു, പക്ഷേ ഇതിനല്ല, ചിലതിനുണ്ട് അങ്ങനെ സെൽഫ് ഡിസൈനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പീസേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്, അധികം പീസില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടെന്നോർത്ത് വീഡിയോ ഇടുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് പീച്ചയിൽ ഈ ഒരു സംഭവം വന്നിട്ട്, ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഒരു വൈറ്റ് വന്നിട്ട് ആ ഡിസൈൻ മുമ്പേ കാണിച്ചത് തന്നെയാണോ? അല്ല, ഇത് ഗ്രീൻ വ്യത്യാസമുണ്ട്. കളറുകൾ തമ്മിൽ ഗ്രീനാന്ന് പറഞ്ഞാലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്പർ നോക്കി അയക്കുക. ഞങ്ങൾ നമ്പർ നോക്കി മാത്രമേ അയക്കത്തുള്ളൂ, കളർ നോക്കിയല്ല അയക്കുന്നത്. നിങ്ങൾ അയക്കുന്ന നമ്പരും ആ നമ്പരും ഒന്നാണോ എന്ന് നോക്കുകയുള്ളൂ. ഇത്രയും സാരിയ നമ്പർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഡിസൈനാണ് ഇതൊരു പൊട്ടിച്ച സാരി ഞാൻ കാണിച്ചു തരാവേ. ഇതിനകത്ത് ഇതിൻ്റെ ട്രാൻസ്പെറൻസി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിനകത്ത് ചിലർക്ക് വന്ന ഒരു ഡൗട്ട്, അത് ഞാൻ ക്ലിയർ ചെയ്ത് തന്നില്ലെങ്കിൽ ശരിയാകത്തില്ല.
എന്നാന്ന് ചോദിച്ചാൽ അറിയത്തില്ലാത്തവരാണ് അങ്ങനെ ചോദിച്ചത്. എന്നാണെന്നറിയാമോ, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒന്ന് കട്ട് ചെയ്തോ. ഇത് കണ്ടോ, ഇതെന്നാന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് പോകുന്ന ഭാഗം ബ്ലൗസിൻ്റെ ഭാഗമാണ്. ഇത്രയും ബ്ലൗസിൻ്റെ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഇല്ലാതെ അകത്തേക്ക് പോകുന്ന ഭാഗമാണ്. അപ്പോൾ എംബ്രോയ്ഡറി തീരുന്നവർക്ക്, എംബ്രോയ്ഡറി അറിയാവുന്നവർക്കറിയാം ഇങ്ങനെ ഒരു കട്ടിങ് വരും. ഇത് എല്ലാ സാരികൾക്കും ഉണ്ട്, അല്ലാതെ ഇത് കീറലോ ഡാമേജോ അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ ഇത് പോകുന്നത്. ഇത് അകത്തേക്ക് പോകുന്ന ഭാഗം അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ ഭാഗമാണ്. ഇതൊരിക്കലും പുറത്ത് വരുന്ന ഭാഗമോ ഷോൾഡറിൽ വരുന്ന ഭാഗമോ അല്ല. പണ്ടൊരു കസ്റ്റമർ എന്നോട് പറഞ്ഞു, റിട്ടേൺ ഇത് ഫോട്ടോ എടുത്ത് അയച്ച് കാണിച്ചിട്ട് പറഞ്ഞു ഇത് ഷോൾഡറിലാണ് വരുന്നത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ എൻ്റെ സ്റ്റാഫ് എല്ലാവരും എന്നെ കളിയാക്കി. ഞാനത് വിശ്വസിച്ചെന്നും പറഞ്ഞേ, കാരണം ഞാൻ ഓർത്തത് കീറിയതായിരിക്കും, തിരിച്ചയച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഇത് അങ്ങനെ അല്ല കേട്ടോ. ഇത് എല്ലാ സാരിക്കും ഇങ്ങനെ ഉണ്ട്. ഇതകത്തേക്ക് പോകുന്ന ഭാഗമാണ്. ഇത് കീറലല്ല. ഇത് എംബ്രോയ്ഡറി ചെയ്ത ആ ഒരു പ്രവൃത്തി ചെയ്യുന്നവർക്കറിയാം. ഇങ്ങനെ ഈ മെഷീനിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ചെയ്യത്തുള്ളൂ. അതാണിത്. ഇത് കീറലല്ല. ഇതൊരു സാരി. ഇതിൻ്റെ കളറ് ഒരു പിസ്ത ഷെയ്ഡെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വല്ലാത്ത ഷെയ്ഡ്, നല്ല കളറൊക്കെ തന്നെയാണ്, വല്ലാത്തൊരു ഷെയ്ഡ് തന്നെ. ഇത് പിന്നെയും കാണിക്കുന്നതാണോ അതോ വേറെയാണോ? ബോട്ടിൽ ഗ്രീൻ ഒത്തിരി എണ്ണം ഉണ്ടല്ലോ. സാരില്ല, ഒത്തിരി എണ്ണം ഉണ്ടെങ്കിലും സാരില്ല. നിങ്ങൾ നമ്പർ എടുത്താൽ മതി. നമ്പർ കൂട്ടി ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്പർ നോക്കുകയേ ഞങ്ങൾ അയക്കുള്ളൂ. റാണി പിങ്ക് ഒക്കെ നല്ലതാണ്. ഫ്രോക്കോ ഇതൊക്കെ തയ്ക്കാനായിട്ട് നല്ല വൈറ്റ് ഇതൊക്കെ ഇട്ടിട്ടേ. എന്തോരം തവണ റീസ്റ്റോക്ക് കൊണ്ടുവന്നാന്നറിയോ. ഇതിപ്പോൾ വന്നിട്ട് പിസ്താടെ ഒരു ലൈറ്റ് ഷെയ്ഡ്, പിസ്ത ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഒരു ഒലീവ് ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. ഇത് മുമ്പേ കണ്ട ഞാൻ അഴിച്ച് കാണിച്ച സാരിയുടെ വേറൊരു ഡിസൈൻ. ആഷ് കളറിൻ്റെ സെൽഫ് ഡിസൈൻ അറിയണമെങ്കിൽ അതിനകത്ത് വേറെ ഇത് കണ്ടോ, ഇതാണ് ഡിസൈൻ. ഇത് കട്ടിയുള്ള സാരി, കനമുള്ള സാരി അങ്ങനെ കരുതരുത്. അങ്ങനെ കരുതി ഉള്ളവർ വാങ്ങിക്കരുത്. അറിയാവുന്നവരെ വാങ്ങിക്കാവുള്ളൂ എന്ന് ഞാൻ പിന്നെയും പറയുക. ഇതുകൊണ്ട് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പം അത് പ്രശ്നമില്ല. ഇത് ഇഷ്ടം തന്നെ. ഞാൻ ഇത്രയും പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഇത് ഒരിപ്പം 500 പേർക്ക് കൊടുത്തെങ്കിൽ 1-2 പേർക്ക് ഇത് അറിയത്തില്ലാതെ അവർ പറഞ്ഞിട്ടുണ്ട്, അയ്യോ കനമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയാവുന്നവർക്ക് ഇതറിയാം. പിന്നെ ഇത് പലരും വാങ്ങിക്കുന്ന സ്കേർട്ട് തയ്ക്കാനും ഒരു പ്രാവശ്യമൊക്കെ സാരി ഇട്ട് കൊടുത്ത് എന്ത് ഉപയോഗത്തിന് വേണമെങ്കിലും കൊള്ളാം. അപ്പം കനം കുറവാണ്. പ്ലീറ്റ്സ് ഇട്ട് ഉടുക്കുന്നവർക്ക് പ്രശ്നമില്ല. നമ്മളിപ്പം നെറ്റ് കോട്ട സാരി ഉടുക്കും, അല്ലെങ്കിൽ ഓർഗൻസ കട്ടി കുറവാണ്. പിന്നെ എന്താ പറയുക, ഇതൊക്കെ കട്ടി കുറവുള്ളില്ലേ, അതിൻ്റെ എല്ലാം പോലെ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. വിലക്കുറവാണ്, ആ വിലയ്ക്കുള്ള എക്സ്പെക്റ്റേഷനേ വെക്കാവുള്ളൂ. ഞാൻ അന്നൊന്നും ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് അങ്ങോട്ട് ഇടുന്നതറിയാതെ തീരുന്നൊരു സാരിയായിരുന്നു ഇത്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒത്തിരി നാൾ ഗ്യാപ്പ് വെച്ചിട്ടല്ലേ ഇത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ വീണ്ടും പറയുന്നത്. അല്ലാതെ എന്നാ പറയുന്നത്, ഇപ്പം ഈ വിലയുടെ സാരിക്ക് അത്രയും രൂപ തന്നെ നമുക്ക് ഏതായാലും പ്രോഫിറ്റ് കിട്ടത്തില്ലെന്നറിയാമല്ലോ. ഇന്നൊരു വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഞാൻ പറയില്ല, വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. എല്ലാത്തിനും തന്നെ ഓരോ പീസ് വെച്ചേ ഉള്ളൂ. ചിലതിന് മാത്രം ഒന്നിലധികം, ചിലതിന് മാത്രം കുറച്ചും കൂടി പീസ് ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ, ബാക്കിയില്ല. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എൻ്റെ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതായിട്ട് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓണമൊക്കെ എവിടം വരെയായി? എന്നാ പറയുന്നത്, ഓണം കൊണ്ടുപോകുമോ? മഴ വന്നാലും വെയിൽ വന്നാലും നമ്മൾ ഓണം ആഘോഷിക്കും അല്ലേ? എന്തിനു മഴ നല്ലതല്ലേ? മഴ വരുമ്പോൾ ഓണം ആഘോഷിക്കാതിരിക്കും. പിന്നെ മഴ വരുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു എന്നാന്നറിയോ, മടി കയറും. അതാണ് പ്രശ്നം. മഴ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓണം വർഷത്തിലൊന്നല്ലേ വരുള്ളൂ. നമുക്കെല്ലാം അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം. പിന്നെ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയ വയനാട്ടിലുള്ള അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്നാ പറയുന്നത്, അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ബന്ധുജനങ്ങൾക്ക് എന്താ പറയുക, ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി സഹായിക്കാം, പ്രാർത്ഥിക്കാം. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. താങ്ക് യു.